ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അത് വേറെ ഒന്നല്ല. നമുക്ക് ഒരു ടെലഗ്രാം ചാനലുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകാം. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ക്ലാസ്സസൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടി കാര്യങ്ങൾ ടെലഗ്രാം ത്രൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇതിലിപ്പോൾ കുറച്ച് കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പി ഡി എഫുകളും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ എടുക്കുന്ന ക്ലാസ്സസിനേക്കാളും കുറച്ചുകൂടി ആൾക്കാർ യൂസ്ഫുൾ ആവാൻ സാധ്യത ടെലഗ്രാമിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും. അതായത് വോയിസ് ക്ലാസ്സൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും എനിക്ക് തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ തീരെ കണ്ടന്റ് ചെയ്യുന്നില്ല എന്നല്ല, ഇതിലും അതിലും കൂടി ഒരുമിച്ച് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ ചെയ്യുന്ന കണ്ടന്റുകൾ അതിൽ ചെയ്യില്ല, അതിൽ ചെയ്യുന്ന കണ്ടന്റുകൾ ഇതിൽ ചെയ്യില്ല, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് പോകാനും ഒക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ടെലഗ്രാം ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്കും യൂട്യൂബിൽ നോക്കിയിട്ട് പോസ് ചെയ്ത് എഴുതിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. അതിന് പകരം ഞാൻ ടെലഗ്രാമിൽ തന്നെ വോയിസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലെ നോട്ട്സും അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അത് റൈറ്റിങ്സിലായിട്ടാണെങ്കിലും നിങ്ങൾക്കത് അയച്ചു തരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്കത് എഴുതിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സുഖമാവും എന്നുള്ള ഒരു ചിന്തേനെ പുറത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സജഷൻ കൂടി ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുള്ളി ടെലഗ്രാം എന്നുള്ള രീതിയിലല്ല, ക്ലാസ്സസൊക്കെ കുറച്ച് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ മാക്സിമം അധികം ക്ലാസ്സുകൾ അധികം ടെലഗ്രാമിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണേ. അപ്പം നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് കേട്ടോ. എൻ്റെ പേര് ദ്രൗപദി മുർമു, അറിയാലോ. രാഷ്ട്രപതി ദ്രൗപദി മുർമു. അത് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അടുത്തത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുള്ള ഒരു ആളാണ് കേട്ടോ. അതാരായിരിക്കും? ഉപരാഷ്ട്രപതി. കാരണം എന്താണ്? 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതി ആള് ചേഞ്ച് ചെയ്തതാണ്. അതായത് ആ ദിവസമാണ് പുതിയ ഉപരാഷ്ട്രപതി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പേര് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ്? സി.പി. രാധാകൃഷ്ണനാണ് കേട്ടോ. എൻ്റെ പേര് സി.പി. രാധാകൃഷ്ണൻ. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് ഫുൾ നെയിം. ഓക്കെ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. അതാർക്കും ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ലോകസഭ സ്പീക്കർ ആരാ? ഇതും അങ്ങനെ ആർക്കും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ പറയാം. ലോകസഭാ സ്പീക്കർ ഓം ബിർള. ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കോഡ് പറയട്ടെ. അത് ഇത്രയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു പേര് പറയുന്നത് പോലെയാണോ ഈ ഓം ബിർള എന്നുള്ള പേര്? അതിലൊരു ഡിഫറൻസ് ഇല്ലേ? അതായത് ഇപ്പോൾ എനിക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സി.പി. രാധാകൃഷ്ണൻ ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു പേരാണ് എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ഓം ബിർള എന്ന് പറയുമ്പോൾ ഓം എന്ന് പറഞ്ഞ സൗണ്ട് അല്ലേ അത്? ലൈക്ക് നമുക്കതൊരു പേര് ആയിട്ട് അങ്ങനെ പേരാണ് ആക്ച്വലി. പക്ഷേ എന്നാലും ഞാൻ പറയാം ഓം എന്ന് പറഞ്ഞൊരു സൗണ്ട് ആയിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യണത്. ഈ സൗണ്ട് എവിടുന്ന് വരിക? സ്പീക്കർ എന്നല്ലേ സൗണ്ട് വരിക. അപ്പം ലോകസഭ സ്പീക്കർ ഓം ബിർള. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ ഇതിൽ പറയുന്ന കോഡുകളൊക്കെ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഇത് ആരും അങ്ങനെ കൂടുതൽ ചിന്തിച്ച് പ്രശ്നമാക്കൊന്നും വേണ്ട. നമ്മൾക്ക് ഈ സമയത്ത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആരും മോശമാക്കി കാണിക്കാനോ അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ. ഇതാരും അങ്ങനെ വേറെ തരത്തിലൊന്നും ചിന്തിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് രാജ്യസഭ അധ്യക്ഷൻ. രാജ്യസഭ അധ്യക്ഷൻ ശരിക്കും ആരായിരിക്കും? അതെപ്പോഴും നമ്മളുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാരാ? സി.പി. രാധാകൃഷ്ണൻ. ഓക്കെ. അത് നിങ്ങൾക്ക് മാറില്ലല്ലോ? ഉറപ്പല്ലേ മാറില്ല എന്ന്? അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? സി.പി. രാധാകൃഷ്ണൻ. ഓക്കെ. ഉപരാഷ്ട്രപതി തന്നെയാണ് സി.പി. രാധാകൃഷ്ണൻ. അദ്ദേഹം തന്നെയാണ് അധ്യക്ഷൻ. ഓക്കെ. രാജ്യസഭ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയും ഒരാളാണ് സി.പി. രാധാകൃഷ്ണൻ. മറക്കില്ല. ഓക്കെ. അടുത്തത് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? അത് ഹരിവംശ് നാരായൺ സിംഗ്. എന്താണ്? ഹരിവംശ് നാരായൺ സിംഗ്. മനസ്സിലായല്ലോ? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. ഓക്കെ. മറക്കരുത്. ഹരിവംശ് നാരായൺ സിംഗ്. അടുത്തത് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. ലോകസഭയുടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി. രാജ്യസഭയുടെ ആരാണ്? രാജ്യസഭയുടേത് മല്ലികാർജുൻ ഖാർഗെ. എന്താണ് പേര്? മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയിൽ മല്ലികാർജുൻ. ഓക്കെ. അതിലൊരു ഇതില് മല്ലികാർജുൻ. ഓക്കെ. രാജ്യസഭ വലിയൊരു സംഭവം പോലെ രാജ്യസഭ മല്ലികാർജുൻ. ഓക്കെ. നമ്മൾ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ
ലോകസഭ നമുക്കത് പറയുമ്പോൾ തന്നെ ഒരു സിമ്പിളായിട്ട് തോന്നും. ലോകസഭ രാഹുൽ ഗാന്ധി ഓക്കെ അത് വളരെ സിമ്പിൾ. പക്ഷേ രാജ്യസഭ മല്ലികാർജ്ജുൻ ഖാർഗെ അത് കുറച്ചിങ്ങനെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യണില്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ അത് രാജ്യസഭയും ലോകസഭയും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഓക്കെ മാറിപ്പോകരുത്. അടുത്തത് നീതിന്യായ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലൈക്ക് അപ്ഡേറ്റ്സ് ഒക്കെയാണ് പറയണത്. അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. അതാരാ? സൂര്യകാന്ത്. ഇത് ആർക്കെങ്കിലും ഡൗട്ട് വരാറുണ്ടോ? ഇത് മുൻപത്തെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സൂര്യകാന്ത് എന്നുള്ളത് നമ്മൾ സൂര്യകാന്തി ഓക്കെ നമ്മൾ ഈ ഏത് ലൈക്ക് എത്ര സൂര്യന്റെ വെളിച്ചുണ്ടെങ്കിലും നെഞ്ചും വിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന പോലെയല്ലേ സൂര്യകാന്തി ഉള്ളത്. എന്ത് വലിയ സംഭവം സംഭവിച്ചാലും ഇങ്ങനെ തല ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? സൂര്യകാന്തി പൂ. സൂര്യകാന്തി പൂ എന്ന് പറയുമ്പോൾ അതേപോലെ എല്ലാത്തിനും എതിരെ ഇങ്ങനെ ലൈക്ക് ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഇമാജിൻ ചെയ്യാട്ടോ. എല്ലാതരം നെഗറ്റീവ്സിനും അല്ലെങ്കിൽ എല്ലാതരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാതരം പ്രശ്നങ്ങൾക്കും എതിരെ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? സൂര്യകാന്ത്. ഓക്കെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. അപ്പോൾ സൂര്യകാന്തിയെ പോലെ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നമ്മളുടെ നിയമ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മളുടെ ചീഫ് ജസ്റ്റിസ്. അങ്ങനെയൊക്കെ പഠിക്കുക. ഓക്കെ അടുത്തത് അറ്റോർണി ജനറൽ ആരാണ്? വെങ്കിട്ട രമണി. എന്താ പേര്? അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. അറ്റോർണി രമണി മനസ്സിലായല്ലോ? അറ്റോർണി വെങ്കിട്ട രമണി. ഓക്കെ അറ്റോർണി രമണി മറക്കരുത്. അറ്റോർണി രമണി. ഓക്കെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി. ഓക്കെ 16ാമത് അറ്റോർണി ജനറൽ ആണ്. ഓക്കെ പിന്നെ സോളിസിറ്റർ ജനറൽ ആരാണ്? അത് തുഷാർ മേത്ത. എന്താ പേര്? തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. അതായത് അറ്റോർണി ജനറലിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റാണ് സോളിസിറ്റർ ജനറൽ കേട്ടോ. അതൊരു അസിസ്റ്റന്റ് പോലെ അതായത് അതിന് തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റ്. ഓക്കെ അപ്പോൾ അറ്റോർണി ജനറലിന്റെ താഴെ സോളിസിറ്റർ ജനറൽ അത് തുഷാർ മേത്ത. ഓക്കെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഓക്കെ അത് മറക്കരുത്. സോളിസിറ്റർ തുഷാർ. ഓക്കെ അപ്പോൾ ആരാണ് അറ്റോർണി ജനറൽ? അറ്റോർണി. ഓക്കെ രമണി മറക്കരുത്. സോളിസിറ്റർ തുഷാർ. സോളിസിറ്റർ ആരാ? ഉഷാറാണ്. ഓക്കെ ഉഷാറാണ്. നമ്മൾ അടിപൊളിയാണെന്ന് പറയില്ലേ അതേപോലെ ഉഷാറാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആരാണ്? സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഓക്കെ പിന്നെ അടുത്തത് ലോക്പാൽ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ഇതിൽ ആ ലാസ്റ്റത്തെ പേരില്ലേ ഖാൻവിൽക്കർ ആ പേരിലാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. അതെന്താണ്? ലോക്പാൽ. ഓക്കെ പാല്. ഓക്കെ പാല്. ഓക്കെ മിൽക്ക് വിൽക്കുന്നു അങ്ങനെ. ഓക്കെ ഇത് വെറും കോമഡി എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. കൂടുതൽ ചിന്തിച്ച് കൊണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ലോക്പാൽ. ഓക്കെ പാൽ. അജയ് മാണിക് റാവു ഖാൻവിൽക്കർ വിൽക്കുന്നു. ഓക്കെ ഖാൻവിൽക്കുന്നു. ഓക്കെ ഖാൻവിൽക്കർ. ഓക്കെ അപ്പോൾ എന്താണ്? ലോക്പാൽ ഖാൻവിൽക്കർ. പക്ഷേ അജയ് എന്നുള്ള പേരും കൂടി നിങ്ങൾ ആ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് എന്തായാലും ഈ ഒരു ഖാൻവിൽക്കർ എന്നുള്ള പേരുണ്ടാവാൻ സാധ്യത ഉണ്ട്. അജയ് ഖാൻവിൽക്കറോ അല്ലെങ്കിൽ അജയ് മാണി ഖാൻവിൽക്കറോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് വരാനൊക്കെ സാധ്യത. എന്നാലും അജയ് എന്നുള്ള പേരും കൂടി പഠിച്ചു വെക്കുന്നത് സേഫ് ആയിരിക്കും. അപ്പോൾ എന്താണ്? ലോക്പാൽ ഖാൻവിൽക്കർ. ഓക്കെ മറക്കരുത്. അടുത്തത് RBI ഗവർണർ ആരാണ്? അത് സഞ്ജയ് മൽഹോത്ര. എന്താണ്? സഞ്ജയ് മൽഹോത്രയാണ് നമ്മളുടെ RBI ഗവർണർ. ഓക്കെ എന്താണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ നമ്മളെ ഒരു ഇത് പറയാന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ സഞ്ചിയിലൊക്കെ ഏ സഞ്ചിയിലൊക്കെ അല്ലേ നമ്മൾ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ പൈസയൊക്കെ സൂക്ഷിക്കുക. ഈ പൈസ എന്ന് പറയുമ്പോൾ പണം ഒക്കെ എന്ന് പറയുന്നത് RBI ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ പണം ഇവിടെ സൂക്ഷിക്കുക സഞ്ചിയിൽ. അപ്പോൾ സഞ്ജയ് മൽഹോത്ര മറക്കരുത്. ഓക്കെ പിന്നെ അടുത്തത് സെബിയുടെ ചെയർമാൻ അതാരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. എൻ്റെ പേര് സെബി തുഹിൻ കാന്ത പാണ്ഡെ. എന്താണ്? സെബി തുഹിൻ കാന്ത പാണ്ഡെ. പിന്നെ ഞാനിപ്പോൾ കണ്ടെത്തിയൊരു കോഡാണ്. കോഡല്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവാൻ സാധ്യത ഉണ്ട്. 6 കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? എസ് കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? ടി. ഓക്കെ നമ്മൾ RBI നേരത്തെ പറഞ്ഞല്ലോ. RBIയുടെ നമ്മൾ സഞ്ജയ് മൽഹോത്ര പറഞ്ഞത് നമ്മളൊരു കോഡ് ഓൾറെഡി പഠിച്ചു. എന്നാലും പറയാം. 6 കഴിഞ്ഞ എസ് അതായത് RBIയുടേത് സഞ്ജയ് മൽഹോത്ര. അത് കഴിഞ്ഞാൽ നമ്മൾ സെബിയുടെ പറയണം കേട്ടോ. എസ് ആണല്ലോ ഫസ്റ്റ് ലെറ്റർ. അപ്പം എസ് കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? ടി. ഓക്കെ RSTU അങ്ങനെയാണല്ലോ പറയണത്. ആൽഫബറ്റിക് ഓർഡർ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പം ടി എന്താണ്? തുഹിൻ കാന്ത പാണ്ഡെ. അപ്പം ഇങ്ങനെയാണ് RBI അല്ല ഫസ്റ്റ് ആർ എന്താ? RBI. അടുത്തത് അപ്പം അതിൻ്റെ ആരായിരിക്കും? സഞ്ജയ് മൽഹോത്ര. പിന്നെ അടുത്ത എസ് എന്താണ്? അടുത്ത സ്ഥാപനമാണ് കേട്ടോ എസ്. അത് സെബി കഴിഞ്ഞ എസ് കഴിഞ്ഞ ടി വെച്ച് തുടങ്ങുന്ന ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ മാറിപ്പോവരുത്.
ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ സെബി വരെ എത്തി. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. മാറിപ്പോവോ നിങ്ങൾക്ക്? മാറരുത് കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഡ് കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. ഓക്കെ. നമ്മൾ മാത്രം പഠിച്ചാൽ പോരല്ലേ, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ. അങ്ങനെ പഠിച്ചാണ് നമ്മളൊരു കോമ്പറ്റീറ്ററെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നല്ലൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മളുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അത് സഞ്ജയ് മൂർത്തിയാണ്. അത് ഞാൻ പഠിച്ചൊരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂർത്തി എന്നുള്ളതിന് പകരം നമ്മൾ പൂർത്തി എന്നാണ് കേട്ടോ പറയുക. മനസ്സിലായോ? പൂർത്തിയായി എന്ന് പറയില്ലേ? ഓ, സമാധാനമായി, കംപ്ലീറ്റ് ആയി എന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ മൂർത്തി എന്നുള്ളത് പൂർത്തിയായി എന്ന് പറയുക. ഓക്കെ. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നമുക്കറിയില്ലേ, CAG എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരിക്കും ചെയ്യാനുണ്ടാവുക. അതായത് ഓഡിറ്റിംഗ് ഒക്കെ, എക്സ്പെൻഡിച്ചർ ഒക്കെ ചെക്ക് ചെയ്യുക, റവന്യൂ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആവുമല്ലോ ചെയ്യേണ്ടി വരിക. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാവുമല്ലോ. ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പൂർത്തിയായി എന്ന് പറയില്ലേ? അങ്ങനെ പഠിക്കുക. ഓക്കെ. എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പം CAG എന്താണ്? CAG ആരാണ്? സഞ്ജയ് മൂർത്തി. ഓക്കെ. ഇതെന്താണെന്ന് അറിയാം, ഞാൻ സഞ്ജയ് എന്നുള്ള വാക്ക് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ വരും. കാരണം RBIയുടെ ഗവർണറുടെ പേരും സഞ്ജയ് തന്നെയാണ്. നമ്മൾ CAGയും സഞ്ജയാണ്. അപ്പോൾ ഇത് രണ്ട് പേരും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ സഞ്ജയ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സഞ്ജീൽ എന്നുള്ള രീതിയിൽ നമ്മൾ RBI ഗവർണറുടെ പേര് പഠിച്ചതാണ്. അപ്പോൾ അതേ കോഡ് നമുക്ക് ഈ CAGയിൽ വെക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് CAGയുടേത് സഞ്ജയ് മൂർത്തി. മൂർത്തി എന്നുള്ളത് നമ്മൾ പൂർത്തിയായി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കേട്ടോ. RBI അല്ല പൂർത്തിയായത്, CAG ഓഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പൂർത്തിയായത്. ഓക്കെ. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കമ്മീഷൻസ് മാത്രമാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ടെലഗ്രാമിലൊക്കെ ആയിരിക്കും മിക്കവാറും അടുത്ത ക്ലാസ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് കമ്മീഷൻസും കൂടി പറയട്ടെ. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ആദ്യത്തേത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഈ ജ്ഞാനേഷ് എന്നുള്ളത് നമ്മൾ ജ്ഞാനം എന്നുള്ള ജ്ഞാനേഷ്. ഓക്കെ. ജ്ഞാനം. ഓക്കെ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളേജ് ഉണ്ടെങ്കിലേ നമുക്ക് മികച്ചത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങളെക്കുറിച്ച് എന്താ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ചത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജ്ഞാനേഷ്. ഓക്കെ. ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലുണ്ടല്ലോ അല്ലേ? അപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് എന്നാണ് നമ്മൾ ജ്ഞാനേഷ് എന്നുള്ളതിന് പകരം ജ്ഞാനേഷ് എന്നുള്ളത് ഉദ്ദേശിക്കുക. മീൻസ് അങ്ങനെ ചിന്തിക്കുക കേട്ടോ. 26ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് കേട്ടോ. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് കേട്ടോ. അത് രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ. എന്താണ്? രാജ്കുമാർ ഗോയൽ. ഓക്കെ. മറക്കരുത്. രാജ്കുമാർ ഗോയൽ. ഓക്കെ. വിവര അവകാശം രാജ്കുമാർ ഗോയൽ. ഓക്കെ. പിന്നെ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ ആരാണ്? അത് വി രാമസുബ്രഹ്മണ്യൻ. എന്താണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. രാമൻ സുബ്രഹ്മണ്യൻ. ഓക്കെ. രാമനും സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പഠിക്കുക. അത് നിങ്ങൾ വേറെ ഒരു തരത്തിലും കാണരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ. അപ്പം എന്താണ് മനുഷ്യാവകാശ കമ്മീഷണറുടെ ചെയർമാൻ എന്ന് പറയുന്നത് വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. മറക്കരുത്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. അത് വിജയ് കിഷോർ രഹത്കർ. ഓക്കെ. വനിതകൾ വിജയിക്കണം എന്നുള്ള രീതിയിലൊക്കെ പഠിക്കാം. ഓക്കെ. വനിതാ കമ്മീഷണർ വിജയ് കിഷോർ. പിന്നെ വനിത വാ, പിന്നെ വിജയിൻ്റെ വായു. അപ്പോൾ വാ എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കണത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. പക്ഷേ ഇതൊന്ന് നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കാൻ, ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അപ്പം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കേട്ട് നോക്കുക. ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളും പറയാനാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നോട് പേഴ്സണലി സംസാരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ലൈക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസും ഡൗട്ടൊക്കെ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാം. അപ്പം അതായത് നിങ്ങളെന്തെങ്കിലും കൺഫ്യൂഷൻ ലൈക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഫുൾ ടൈം ആക്റ്റീവ് ആവില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് അതിലൂടെ ക്ലാസ്സസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.